നമസ്കാരം. സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് വൻ വിപ്ലവത്തിന് വഴി തുറക്കുന്ന പുതിയ അതിവേഗ റെയിൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. മെട്രോമാൻ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പദ്ധതിയുടെ വിശദമായ രൂപരേഖ അദ്ദേഹം മുഖ്യമന്ത്രി വി ഡി സതീശന് സമർപ്പിച്ചതോടെയാണ് നിർണായക വിവരങ്ങൾ ലഭ്യമായത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അതിവേഗ റെയിൽപാത വിഭാവനം ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാണ് ഈ പാതയിൽ സർവീസ് നടത്തുക. എന്നാൽ ഇവയുടെ സാധാരണ സർവീസ് വേഗത 140 കിലോമീറ്റർ ആയിരിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വെറും 3.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും. ലോകത്തിലെ ഏറ്റവും ആധുനിക റെയിൽവേ സംവിധാനങ്ങൾക്ക് അനുയോജ്യമായ സ്റ്റാൻഡേർഡ് ഗേജിലാണ് ഈ ഇരട്ടപ്പാതയുടെ നിർമ്മാണം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് ഭാവിയിൽ റെയിൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സഹായിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 23 സ്റ്റേഷനുകളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പൂജപ്പുരയിൽ നിന്നും ആരംഭിച്ച തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട ജംഗ്ഷൻ, തിരുവല്ല, കോട്ടയം, വൈക്കം, തൃപ്പൂണിത്തുറ, എറണാകുളം, ആലുവ, കൊച്ചി എയർപോർട്ട്, ചാലക്കുടി, തൃശൂർ ജംഗ്ഷൻ, പട്ടാമ്പി ജംഗ്ഷൻ, മലപ്പുറം, കോഴിക്കോട് എയർപോർട്ട്, കോഴിക്കോട് ജംഗ്ഷൻ, ബാലുശ്ശേരി, നാദാപുരം, കൂത്തുപറമ്പ് വഴി കണ്ണൂർ മുണ്ടയാടിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിന്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി ദൂരം 21.5 കിലോമീറ്റർ ആയിരിക്കും. കണ്ണൂർ ഒഴികെയുള്ള സംസ്ഥാനത്തെ 3 പ്രമുഖ വിമാനത്താവളങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽപാത. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മുണ്ടയാട് സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ ദൂരത്തിൽ മികച്ച റോഡ് നിർമ്മിക്കാനും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ 6.5 കിലോമീറ്റർ ദൂരം ടണലിലൂടെയോ ഭൂമിക്കടിയിലൂടെയാണ് കടന്നുപോകുന്നത്. ബാക്കി മുഴുവൻ പാതയും പൂർണ്ണമായും ആകാശപാത ആയിട്ടായിരിക്കും നിർമ്മിക്കുക. ഇതിനായി വെറും 20 മീറ്റർ വീതിയിൽ മാത്രം ഭൂമി ഏറ്റെടുത്താൽ മതിയെന്നതിനാൽ മുൻപ് വിവാദമായ സിൽവർ ലൈൻ പദ്ധതിയെ അപേക്ഷിച്ച് ഭൂമി ഏറ്റെടുക്കലും കുടിയൊഴിപ്പിക്കലും വളരെ കുറവായിരിക്കും. നിർമ്മാണത്തിന് ശേഷം ഈ ഭൂമി ഉടമകൾക്ക് തന്നെ കൃഷിക്കോ കന്നുകാലി വളർത്തലിനോ നിശ്ചിത വ്യവസ്ഥകളിലൂടെ പാട്ടത്തിന് നൽകാനും വ്യവസ്ഥയുണ്ട്. സ്വന്തം സൗരോർജ്ജ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഹരിത റെയിൽ ഇടനാഴിയായിരിക്കും ഇത്. ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച ശേഷം ബാക്കി വരുന്ന വൈദ്യുതി KSEBിക്ക് നൽകാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. തുടക്കത്തിൽ 12 കോച്ചുകളിലായി 800 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാവും സർവീസിന് ഉപയോഗിക്കുക. എന്നാൽ പിന്നീട് 16 കോച്ചുകൾ വരെ നിർത്താവുന്ന നിലയിലാണ് പ്ലാറ്റ്ഫോമുകൾ സജ്ജീകരിക്കുന്നത്. ദിവസത്തിലെ തിരക്കുള്ള സമയങ്ങളിൽ ഓരോ 20 മിനിറ്റിലും അല്ലാത്തപ്പോൾ 40 മിനിറ്റിലും സർവീസുകൾ ഉണ്ടാകും. കോച്ചുകളുടെ എണ്ണം ഭാവിയിൽ 16 വരെയായും സമയക്രമം ഓരോ 5 മിനിറ്റിലും സർവീസ് എന്ന രീതിയിലും വർദ്ധിപ്പിച്ചാൽ പ്രതിദിനം 2.28 ലക്ഷം യാത്രക്കാരെ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ടാകും. എന്നാൽ ആരംഭഘട്ടത്തിൽ ഒരു ദിവസം 54,400 യാത്രക്കാരെ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിനുകളിൽ നിന്നും യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടാകില്ലെന്നും മുൻകൂട്ടി സീറ്റുകൾ റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമേ യാത്ര അനുവദിക്കൂ എന്നും രൂപരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 60,000 കോടി രൂപയാണ് ഈ മെഗാ പ്രോജക്റ്റിന്റെ ആകെ ചെലവായി പ്രതീക്ഷിക്കുന്നത്. അതായത് 1 കിലോമീറ്ററിന് ശരാശരി 127 കോടി രൂപ. ഇതിന്റെ നിർമ്മാണ ചെലവ് കണ്ടെത്തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ 51% ഓഹരി പങ്കാളിത്തവും. ഇക്വിറ്റി അനുപാതം 51:49 എന്ന രീതിയിലാണ്. ബാക്കി 41% 24,000 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങും വഴിയായിരിക്കും. നിലവിൽ സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന പദ്ധതിക്ക് ഔദ്യോഗിക അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ആദ്യഘട്ടത്തിന് ശേഷം 2ാം ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്കും, കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്കും, പട്ടാമ്പിയിൽ നിന്നും തൃശൂരിൽ നിന്നും പാലക്കാടേക്കും പാത നീട്ടുന്ന കാര്യവും റിപ്പോർട്ടിലുണ്ട്. സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രമേ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്.